മദ്യപാനി പറ മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വാക്യം എവിടാ? മദ്യപാനി സ്വർഗരാജ്യം ഇതെല്ലാവരും പറയുന്നത് കേൾക്കാം. ആ വാക്യം എവിടാന്ന് ചോദിച്ചാൽ അങ്ങനെ ചേർന്നൊരു വാക്യം കിടപ്പില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശം അങ്ങനെ ചേർന്നൊരു വാക്യം കിടപ്പില്ല. പക്ഷെ ദൈവരാജ്യത്തിൽ പോകാത്തവരുടെ ലിസ്റ്റ് പറയുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ അങ്ങോട്ട് പോകത്തില്ലെന്ന് പറയുന്നവരുടെ ലിസ്റ്റിൽ ആരുണ്ട്? മദ്യപാനിയുണ്ട്. അപ്പം മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് ബൈബിള് കയ്യിലുള്ള സകല ക്രിസ്ത്യാനികൾക്കും അറിയാമെന്നിരിക്കെ വിലക്കേണ്ടത് കള്ളു കുടിച്ചിട്ട് വരുന്നവനെയാണോ വചനം കേൾക്കാൻ പോകുന്നവനെയാണോ? പറ നിങ്ങൾ പറ. മദ്യപിച്ചിട്ട് പള്ളി വരുന്നവനെയാണോ വിലക്കേണ്ടത്, അതോ വചനം കേൾക്കാൻ പോകുന്നവനെയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് മലയാളം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആരെയാ വിലക്കേണ്ടത്? സ്നേഹം. ഈ നല്ല സ്നേഹിതനെ എങ്ങനെ അറിയുന്നത്? നല്ല സ്നേഹിതൻ. 2 സ്നേഹിതന്മാരുണ്ട് ആണെങ്കിൽ മറ്റൊരാൾ കള്ളു കുടിക്കാൻ പോകുമ്പോൾ എന്ത് പറയും? എടാ എനിക്കൂടെ ഒരു പെഗ് തരുമോ പറയുമോ? നല്ല സ്നേഹിതൻ ഇല്ല. നല്ല സ്നേഹിതൻ പറയടാ അങ്ങനെ നീ ഇങ്ങനെ കുടിക്കരുത്, അത് മോശമാണ് എന്ന് പറയും. തെറ്റായ ഒരു വഴിക്ക് പോകുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് നല്ല വഴിയിലേക്ക് വിരൽ ചൂണ്ടുന്നവനാണ് ആര്? നല്ല സ്നേഹിതൻ. അപ്പം കള്ളു കുടിച്ചു മദ്യപിച്ചു നടക്കുന്ന ഒരുത്തൻ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് അറിയുന്ന ഒരുത്തൻ പള്ളിയിലുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും പറയും: എടാ ഇത് നിന്നെ എവിടെ കൊണ്ടെത്തിക്കും? നരകത്തിൽ കൊണ്ടെത്തിക്കും, നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആത്മാവ് നരകത്തിൽ പോകുമല്ലോ ദൈവമേ എന്ന് ഓർത്തിട്ട് ഒരു വേദനയും ഭാരവും ഒക്കെ ഉണ്ടാകും. അതാ നല്ല സ്നേഹിതൻ. അല്ലാത്തവനാണെങ്കിൽ പറയും: കുഴപ്പമില്ല, നീ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അടിച്ച് പൊളിച്ച് 2 അടിച്ചിട്ടൊക്കെ നടന്നു, പക്ഷേ പള്ളി വിട്ടു പോയേക്കരുത്, പള്ളിയിൽ നിന്നോണം. അപ്പം ഇത് നല്ല സ്നേഹിതൻ്റെ ലക്ഷണമാണോ? അല്ല. അപ്പം ഞാനതാ പറഞ്ഞത്, ദോഷം ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ദൈവവചനത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ എതിർക്കുകയും ചെയ്യുന്ന മനസ്സ് ദൈവത്തിൽ നിന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കണം ഇത്. അപ്പം ചില ആളുകൾ പറയും ഈ പെന്തക്കോസ്റ്റ്, ഞാനതാ പറഞ്ഞു, പെന്തക്കോസ്റ്റ് സമൂഹത്തോട് ഇഷ്ടമില്ലാത്ത ഒരു പുരോഹിതൻ ഒരിക്കൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഈ മൊബൈലിലൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ പെന്തക്കോസ്റ്റുകാരെന്തോ പറഞ്ഞാലും ഉടനെ എന്തെടുത്തോണ്ട് വരും? ഹലോ, എന്തെടുത്തോണ്ട് വരും? ബൈബിൾ എടുത്തോണ്ട് വരും. ഇവന്മാരടുത്ത് എന്ത് പറഞ്ഞാൽ ഉടനെ ചോദിക്കും: ബൈബിളിലുണ്ടോ? വേദപുസ്തകത്തിലുണ്ടോ? ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ബൈബിളിലുണ്ടോ? ബൈബിൾ. അപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? ബൈബിൾ എടുത്തുകൊണ്ട് വരും. ഈ അച്ഛൻ പറയുക, പുരോഹിതൻ പറയുക. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയാമോ? സത്യത്തിൽ ഇവന്മാർക്ക് ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ ഈ പുസ്തകം ഇങ്ങനെ ആക്കി കൊടുത്തത് ഞങ്ങളാ. ആരാ? പുരോഹിതൻ പറയുകയാണ്, ഈ പുസ്തകം ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ ഇത് ഞങ്ങളുടെ കയ്യിലോട്ട് തന്നത് ആരാ? ഞങ്ങളുടെ സഭാപിതാക്കന്മാരാണെന്ന് അച്ഛൻ പറഞ്ഞു. നിങ്ങൾ കണ്ണൊന്നും ഉരുട്ടണ്ട, അദ്ദേഹം പറഞ്ഞത് ഒരു പരിധി വരെ സത്യമാണ്. ഞാൻ അദ്ദേഹത്തെ മോശക്കാരനാക്കാനല്ല പറയുന്നത്, നല്ല കാര്യമാണ് പറയും. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളാ അങ്ങോട്ട് കൊടുത്തത്. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോണം. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ ആളുകളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം കടന്നു വന്നു. ശ്രദ്ധിച്ചു കേട്ടോണം, എൻ്റെ വാക്കല്ല, അദ്ദേഹം ചരിത്രം അറിയുന്ന ആൾ, അദ്ദേഹം പറഞ്ഞ അറിവുള്ള കാര്യമായി പറയുന്നത്. ഒരാശയക്കുഴപ്പം. എന്താണ് ആശയക്കുഴപ്പം? ദൈവത്തിൻ്റെ അരുളപ്പാടാകുന്ന തിരുവെഴുത്തുകൾ മനുഷ്യന് ലഭിച്ചിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ, മോശയുടെ കാലഘട്ടം മുതലേ ലഭിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എഴുതപ്പെട്ട ചുരുളുകൾ ലോകത്തിൽ ഉണ്ടായിരിക്കെ തന്നെ പരീശന്മാരുടെ കള്ളയെഴുത്തുകോലുകളും, ശ്രദ്ധിക്കണം, കള്ളയെഴുത്തുകോലുകളും ദുരുപദേശങ്ങളും
മാനുഷിക ഉപദേശങ്ങളും ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നു. ശ്രദ്ധിച്ചേ. അപ്പോൾ ഇതിൽ ഏതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്, ഏതാണ് ദുരുപദേശം, ഏതാണ് മാനുഷിക ഉപദേശം, ഏതാണ് കള്ള എഴുത്തുകോലെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാതെ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായിരുന്നൊരു കാലത്ത് ഞങ്ങളുടെ സഭാപിതാക്കന്മാർ, എൻ്റെ അല്ല, ഷമീർ കൊല്ലത്തിൻ്റെ അല്ല, പുരോഹിതൻ പറയുകയാണ്, ഞങ്ങളുടെ സഭാപിതാക്കന്മാർ സുനഹദോസ് വിളിച്ചുകൂട്ടി. അങ്ങനെ സുനഹദോസ് വിളിച്ചുകൂട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചിട്ട് മാനുഷിക ഉപദേശങ്ങളും പരീശന്മാരുടെ കള്ളയെഴുത്തുകളും ദുരുപദേശങ്ങളുമെല്ലാം തള്ളിക്കളയണമെന്ന് തീരുമാനിച്ചവർ ധ്യാനിച്ച് ദൈവാത്മാവിൽ ആലോചന പ്രാപിച്ച് തള്ളേണ്ടതെല്ലാം എന്ത് ചെയ്തു? പറഞ്ഞേ, തള്ളിക്കളയേണ്ടതെല്ലാം അവരെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞിട്ട് കൈക്കൊള്ളേണ്ടത് മാത്രം അവർ സ്വീകരിച്ചു. അങ്ങനെ തള്ളേണ്ടതെല്ലാം, കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം അവർ തള്ളിയിട്ട് ദൈവത്തിൻ്റെ ആലോചന അരുളപ്പാട് മാത്രം അവർ സ്വീകരിച്ച് അങ്ങനെ ഇന്ന് കാണുന്ന നിലവാരത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരാണ് ഈ പുസ്തകം അങ്ങോട്ട് നിങ്ങൾക്ക് തന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സത്യം അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു വരിയും കൂടെ ഞാൻ ചേർത്ത് വെക്കും. ഒരു വരിയും കൂടെ ഞാൻ ചേർക്കാൻ പോവാ. എന്താ? അങ്ങനെയാണെങ്കിൽ ആ പുരോഹിതൻ്റെ വാക്കുകൾ അനുസരിച്ച് ഒരു കാര്യം സത്യമാണ്. എന്താ? ഇന്ന് ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നും ഇല്ല, കൊള്ളേണ്ടത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അതുകൊണ്ടാണ് പെന്തക്കോസുകാർ എന്തോ പറഞ്ഞാലും ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അനുസരിക്കേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ഒരു പാസ്റ്റർമാരുടെയും വാക്കല്ല കേൾക്കേണ്ടത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന തിരുവെഴുത്ത് കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് തുറന്ന് പരിശോധിച്ച് പ്രാർത്ഥിച്ചു വേണം ആ കൽപ്പന അനുസരിക്കാൻ, ആ ദൈവവചനത്തിലേക്ക് തിരിയുവാൻ. ഇതാണ് ഞങ്ങളുടെ ഭാഗം. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിച്ചു, യേശുക്രിസ്തു ഒരിക്കൽ ലോകത്തിൽ വന്നത് എന്തിന്? ഞാൻ ഒന്ന് കമ്പി വാചകത്തിൽ പറയാം. ഒന്നാം ദിവസം മഴയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലർക്കൊക്കെ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കമ്പി വാചകത്തിൽ ആ ഭാഗം ഒന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കയറാം. ഒന്ന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തി ദൈവം. അനന്തരം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ? ഒന്നാം ദിവസം വന്നവരുണ്ടല്ലോ, മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചെന്നാ പറഞ്ഞേ? ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ, അങ്ങനെയാണോ? അല്ല, പിന്നെ എങ്ങനെയാ? പണ്ട് സ്കൂളിൽ ടീച്ചർമാർ നമ്മളെ പഠിപ്പിച്ച പോലെയാണോ? ടീച്ചർമാർ നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായിന്ന പറ? കുരങ്ങിന്നുണ്ടായെന്നാണ്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിലും ശാസ്താംകോട്ടയിലും ഒക്കെ ഇപ്പോഴും ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. ഓരോ ആഴ്ചയിലും രൂപാന്തരപ്പെട്ട് വരാത്തതെന്താ? ഒരാഴ്ച നാരായണൻകുട്ടി, അടുത്ത ആഴ്ച മുഹമ്മദ് കുട്ടി, അടുത്ത ആഴ്ച തോമസ് കുട്ടി, അങ്ങനെ വരട്ടെ. വരുന്നില്ല, കുരങ്ങ് ഇപ്പോഴും കുരങ്ങായി തന്നെയാണ് കിടക്കുന്നത്. ഇത് പറഞ്ഞു കൊടുത്താലും ചില ആളുകൾ പിന്നെ ഒറ്റക്കാലെ നിൽക്കും. ഉപദേശി, താങ്കൾ എന്ത് പറഞ്ഞാലും ശരി, മനുഷ്യൻ കുരങ്ങിന്ന അങ്ങനെ തർക്കിക്കുന്നവനോട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. എൻ്റെ വല്യപ്പച്ചൻ കുരങ്ങനാന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവനോട് വഴക്കുണ്ടാക്കരുത്. അവൻ്റെ വല്യപ്പൻ കുരങ്ങൻ, നമ്മുടെ അങ്ങനെ അല്ലെന്ന് പറഞ്ഞിങ്ങ് പോന്നേക്കണം. സ്വന്തം വല്യപ്പച്ചൻ കുരങ്ങനാന്ന് പറയുന്നവനോട് എന്ത് പറയാൻ? എന്നാൽ വേദപുസ്തകം പറയുന്നു, എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു? നിലത്തെ മണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ കരാങ്കുലികളാൽ ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു. അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഇത് നമ്മൾ ഒന്നാം ദിവസം ചിന്തിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞ ദൈവം അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തതും നമ്മൾ ഒന്നാം ദിവസം ചിന്തിച്ചു. അങ്ങനെയാണ് ഉലകത്തിലെ ആദ്യത്തെ കല്യാണിയാണ് ഇരുകാലി ചെയ്യുന്നത്, മനുഷ്യൻ അല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, മിണ്ടാപ്രാണിയായ കോഴി മുട്ടയിട്ടാൽ കൂകി വിളിച്ച് 10 പേരെ അറിയിക്കും അല്ലേ? അമ്മ അത് കേൾക്കും, പറയടി കോഴി കൂവുന്നടി, പോയി മുട്ടയിട്ടോ എന്ന് നോക്കാൻ പറയും. അങ്ങനെ ഒരു സിഗ്നൽ കോഴി കൊടുക്കും. പക്ഷേ ഒരമ്മ തിരുവനന്തപുരത്ത് KSRTC ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റ് മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആര് പൊട്ടറിഞ്ഞതുമില്ല. മുട്ട ഇപ്പോൾ അമ്മ തൊട്ടിലിൽ പിച്ച വെച്ച് വളരുന്നു. കോഴിയമ്മയാണ് നല്ലതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു.
അപ്പോൾ ഇങ്ങനെ മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് മനുഷ്യൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു മനുഷ്യനും എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം ഒരൊറ്റ ദിവസം വേണ്ട ഒരൊറ്റ നിമിഷം കൊണ്ട് മനുഷ്യൻ്റെ ചിന്താഗതികൾ മാറുന്നു. 2 ചങ്ക് കൂട്ടുകാർ ഒരുമിച്ച് ബിവറേജിൽ പോയി ഒരു കുപ്പിയെടുത്തു. ഇതെൻ്റെ ചങ്കാണെന്ന് പറഞ്ഞ് ചങ്കും കൂടെ പോയി കുപ്പിയെടുത്ത് ഒരു മേശപ്പുറത്ത് വെച്ച് അടി തുടങ്ങി. കുപ്പി അടിച്ചു തീർന്നപ്പോൾ ചങ്ക് കുപ്പിയെടുത്ത് മറ്റേ ചങ്കിൻ്റെ തലക്കടിച്ച് പൊട്ടിച്ച് അവൻ്റെ കഴുത്തറുത്ത് വിട്ടു. അപ്പോൾ ചങ്ക് അവിടെ വെച്ച് അധാർമികതയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന ഈ പുസ്തകത്തെ അവൻ വിശ്വസിച്ചത് കൊണ്ടാണ്. അല്ലാതെ ഇവിടുത്തെ ചൂരൽ മുറകളും ലാത്തിച്ചാർജും ഇവിടുത്തെ ആക്രമണ ശിക്ഷാവിധികളൊന്നും അല്ല കേരളത്തിൽ ഒരു മനുഷ്യനെയും നന്നാക്കിയ ചരിത്രമുള്ളത്. അത് അവകാശപ്പെടാൻ കഴിയുന്നത് ഈ വേദപുസ്തകത്തിന് മാത്രമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പകല് പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്, മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. പാപത്തിൽ വീണുപോയ മനുഷ്യൻ. വീണ്ടും അടുത്ത സ്റ്റെപ്പ്, ആദം ഹവ്വ ദമ്പതികളിലൂടെ ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതിന് ചില ആളുകൾ തിരിച്ചു ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്. പാസ്റ്ററെ, താങ്കൾ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? ആദം ഹവ്വയും പാപം ചെയ്തു, ഓക്കെ, സമ്മതിച്ചു. അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ശരിയാകുന്നത്? അതൊക്കെ ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ്, ഞങ്ങളുടെ യുക്തിക്ക് ഇതൊന്നും നിരക്കുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. ഞാൻ നിരപ്പിച്ചു തരാം. നോക്കൂ, എയ്ഡ്സ് എന്ന് പറഞ്ഞ മാരകമായ രോഗം, മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തൊരു ഭീകര രോഗം ലോകത്ത് നിലനിൽപ്പുണ്ട്, HIV എന്ന് പറയുന്ന വൈറസ്. ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞാരായിരിക്കും? സ്വാഭാവികമായി നിങ്ങൾക്കറിയാം, ആ കുഞ്ഞ് എയ്ഡ്സ് രോഗിയായിരിക്കും. ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തേ? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചുവോ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? ഈ ചോരക്കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തിട്ട് വന്നതാണോ? അല്ല. പിന്നെന്താ? അപ്പനും അമ്മയുമാണ് വഴിതെറ്റ് ജീവിച്ചത്. അപ്പനും അമ്മയും വഴിവിട്ടു ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കുന്നു. ഒരു ഡിഗ്രിക്കും എതിർപ്പില്ല, ഒരു സയൻസിനും എതിർപ്പില്ല. ഒരു പാസ്റ്ററെ ആണല്ലോ. അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വരുന്നു എന്നതിന് വേദപുസ്തകം പറയുന്നൊരു മറുപടി ഒന്ന് കേട്ടെ. അപ്പോസ്തല പ്രവൃത്തി 17:26 17:26 ആ വാക്യം ഒന്നുറക്കെ വായിച്ചു കൊടുത്തേ. 17:26 നോക്കൂ, ബൈബിള് പറയുന്ന ഈ പ്രസ്താവന ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ. ആരായി അവൻ? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ എന്ന് സൂചിപ്പിക്കുന്നത് ആരെയാ? സർവശക്തനായ ദൈവത്തെ പറയാണ്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. പിന്നെ ഒരുത്തൻ. ആരായി ഒരുത്തൻ? ആദാം. അപ്പൊ പറയുകയാണ്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദമിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചു എന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചു എന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചു എന്നല്ല, ബുദ്ധനെ സൃഷ്ടിച്ചു എന്നല്ല, ജൈനനെ സൃഷ്ടിച്ചു എന്നല്ല, പിന്നെന്താ? മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. വർഗീയത ലവലേശം പറയാതെ ആമേൻ. വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന ഒരു സത്യം ഇങ്ങനെയാണ്, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് അഥവാ ആദമിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ഒന്നുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ, കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സന്ദേശം. അയ്യോ, ഈ ഉപദേശം എന്നാ ഈ പറയുന്നത്? കാവ്യ എടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒക്കെ ഒരു രക്തമാണെന്നോ? സംശയം എന്താ? അത് തെളിയിക്കാമോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്ക്, 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം ശേഖരിക്ക്. ആട്, ആന, പോത്ത്, പശു എടുക്ക്. അടുത്ത മെഡിക്കൽ ലാബിലോട്ട് കൊണ്ട് കൊടുക്ക്. പൂവാറ് 10 മിനിറ്റ് കഴിയുമ്പോൾ പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ദേ, ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. ഇതിൻ്റെയൊക്കെ രക്തം വേർതിരിച്ച് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ലാബിലുണ്ട്. എന്നാൽ വീണ്ടും 4 ബോട്ടിൽ എടുക്കണം. ഒന്നിലിവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനിയൊന്നിൽ ഇവിടുത്തെ ഒരു ഉപദേശയുടെ രക്തം എടുത്ത് അതേ ലാബിൽ കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ. ദേ, മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ. അങ്ങനെ തരുമോ? അങ്ങനെ ഒരിക്കലും തരത്തില്ല. ABCD ഗ്രൂപ്പൊക്കെ ചിലപ്പോൾ തിരിച്ചെന്നിരിക്കും. എന്നാൽ പിള്ളേരിറങ്ങി വന്നിട്ട് പറയും, ദേ, മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്. ഇതെല്ലാം മനുഷ്യൻ്റെ ഒറ്റ രക്തമല്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ രക്തം കൊടുക്കുമ്പോൾ ആർക്കും മസിലൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? രക്തം കൊടുക്കുമ്പോൾ മസിൽ പിടുത്തമുണ്ടോ?
ഒന്നുമില്ല. കൊന്തയും കുരിശും കഴുത്തിലിട്ടുകൊണ്ട് പാഞ്ഞു പോയ ചെറുക്കൻ ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി തല പൊട്ടി. പെട്ടെന്നെടുത്ത് വാരിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരയുക, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കും, എൻ്റെ യേശുവേ എന്ന് വിളിച്ചപ്പോൾ തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവിയുടുത്ത RSSകാരൻ പറയുന്നു, അമ്മ കരയണ്ട, ആമേ ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട വേണ്ട, നീ BJP അല്ലേന്ന് ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കണേ? ആലോചിച്ച് നോക്കി. എന്തിനാ ഈ മനുഷ്യന്മാർ, ഒറ്റ രക്തമല്ലേ, എന്തിനാ ഈ തമ്മിലടിക്കുന്നത്? എന്ത് കാര്യത്തിനാ? നിൽക്കുന്ന നിപ്പി താഴോട്ടുരുണ്ടു വീണാൽ പൊക്കിയെടുക്കുന്നത് ഏത് പാർട്ടിക്കാരനാണെന്ന് ബോധം വന്നാലല്ലേ അറിയാൻ പറ്റൂ എന്നെ ആരാ പൊക്കിയെന്ന്. അങ്ങനത്തെ ജീവിതത്തിലുള്ള മനുഷ്യന്മാരെന്തിനാ തമ്മിലടിക്കുന്നത്? നോക്ക്, അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയെന്നിരിക്കട്ടെ, മനോരമയിൽ ഒരു പരസ്യം ചെയ്തു, ഒരു കിഡ്നി വേണം. പരസ്യം കണ്ടു വന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ. പുള്ളിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. ആ മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലെന്ന്. അപ്പം ആരോഗ്യമില്ലാതെ കിടക്കുമ്പോൾ ആർക്കും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും കൊടിയുടെയും കളറിൻ്റെയും ഒന്നും പേരിൽ അടിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രി വിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് തിന്ന് കുടിച്ച് തടിച്ചു കൊഴുത്ത് ആരോഗ്യമൊക്കെ തിരിച്ചു വന്നില്ല, ജിമ്മിലോട്ടൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ ഒന്ന് മുഴച്ചു പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ ഇങ്ങനെ നടക്കുമ്പോൾ എവൻ്റെ അല്ലെങ്കിൽ തന്നെ ജാതിയും മതമൊന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ദൈവം എത്ര തവണ ഈ പ്രകൃതിയിലൂടെ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മലയാളി പഠിച്ചിട്ടില്ല. ഉണ്ടോ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വര എന്ന് നിലവിളിച്ചില്ലേ 2018. എന്നിട്ട് പഠിച്ചോ? പഠിച്ചിട്ടില്ല. അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് അനുവാദം ചോദിക്കാതെ ഇരച്ചു കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, പപ്പായും മമ്മയും കുടുങ്ങിക്കിടക്കുന്നു, അന്യര് പോയി രക്ഷിച്ചോളാൻ, കയറിക്കോളാൻ. അപ്പോൾ പട്ടിയൊക്കെ ഒഴുകിപ്പോയെന്ന് മനസ്സിലായോ? അന്യര് കയറിയാണ് അപ്പനെയും അമ്മയും രക്ഷിച്ചത്. 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ മക്കളും കൊച്ചുമക്കളും നാട്ടിൽ വന്ന് മതിലിന് 2 കട്ടയും കൂടെ പൊക്കിക്കെട്ടി അടുത്ത ബോർഡ് വെച്ചു, അന്യർ അകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇനി അടുത്ത പ്രളയം വരണം. എന്താ അല്ലേ മനുഷ്യന്മാരുടെ സ്വഭാവം? അതേസമയം പ്രളയം വരുമ്പോൾ നോക്കെ എന്തൊരു സ്നേഹം. ജാതി പ്രശ്നമില്ല, മതപ്രശ്നമില്ല, കളർ കൊടി പ്രശ്നമില്ല. കൂടിയവനും കുറഞ്ഞവനും ഉയർന്നവനും താഴ്ന്നവനും ജാതി മതം എല്ലാം കൂടെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി കിടക്കുന്നു. അവന് കിടക്കാൻ കട്ടിലും വേണ്ട, മെത്തയും വേണ്ട, ടാർപ്പാ വിരിച്ച് അതിനകത്ത് കിടക്കുന്നു. അപ്പുറത്തവൻ്റെ ലുങ്കി വലിച്ചൊരിഞ്ഞ് ഇപ്പുറത്തവൻ പുതയ്ക്കുന്നു. ഒരു പ്രശ്നവുമില്ല. പഴങ്കഞ്ഞിയെങ്കിൽ പഴങ്കഞ്ഞി, ഉണക്കമീനെങ്കിൽ ഉണക്കമീൻ വാരി വലിച്ച് തിന്നുന്നു. ആർക്കും അയിത്തമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും കുടിച്ചും കഴിച്ചും കിടക്കുന്നു. വെള്ളം പൊങ്ങുമ്പോൾ ഒരുത്തൻ കൈ പിടിച്ച് കയറ്റുന്നു, മറ്റവൻ വലിച്ചുകൊണ്ട് പോകുന്നു. ചെമ്പിനകത്ത് കയറ്റി രക്ഷിക്കുന്നു. ഒരുത്തൻ കുനിഞ്ഞു നിന്നിട്ട് മുതുക് കാണിച്ചു കൊടുക്കുന്നു. ഇതിനകത്ത് അല്ലേ അറിയാതെ അങ്ങ് കൊതിച്ചു പോകും. എന്നും പ്രളയമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാര്യം മനുഷ്യരെല്ലാവരും ഇത്ര സ്നേഹത്തോടെ ജീവിക്കുന്ന ആ പ്രളയ കാലഘട്ടവും കോവിഡ് കാലഘട്ടമൊക്കെ എന്ത് മനോഹരമാണ്. അപ്പം മനുഷ്യന് ദുരന്തം വരുമ്പോൾ മാത്രം ഒന്നിക്കുന്ന ദുരന്തന്മാരായി തീർന്നിരിക്കുകയാണ് മലയാളി. അതുകൊണ്ട് ഞാൻ പറയാം, എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല? ഒറ്റ രക്തമല്ലേ? ആ ഒറ്റ രക്തമല്ലേ? കാവിയുടുത്തോ തൊപ്പിയിട്ടോ കൊന്തയിട്ടോ ആയിക്കോട്ടെ, അതിന് നമുക്കെന്നെ അവൻ മനുഷ്യനാണെന്ന് മാത്രം കണ്ടാൽ പോരെ? അവനെയും എന്നെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്ന് ചിന്തിച്ചാൽ അവൻ എൻ്റെ കൂടപ്പുറപ്പാന്നൊരു തിരിച്ചറിവുണ്ടാവത്തില്ലേ? പക്ഷെ ആ തിരിച്ചറിവ് എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നില്ലെന്ന് ചോദിച്ചാൽ ഈ പാപമെന്ന് പറയുന്ന വിപത്ത് അവൻ്റെ അകത്ത് കുടിയിരിക്കുന്നത് കൊണ്ടാണ് അവന് സഹസൃഷ്ടിയായ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തത്. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും പിന്നെയും വലിഞ്ഞു കയറി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു വരാൻ കാരണം നീ എൻ്റെ കൂടപ്പുറപ്പാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് തന്നതുകൊണ്ടാണ്. നീ കാവി ഉടുത്തോ ഒപ്പിയിട്ടോ ചരട് കെട്ടിയോ നടക്കട്ടെ, പക്ഷെ നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നീ തുണിയില്ലാണ്ട് ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം തകർന്നു പോകുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം വഴി പിരിയുന്നത് കാണുമ്പോൾ, നീ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി നടക്കുമ്പോൾ, ആമേ കൂടപ്പുറപ്പെന്ന നിലയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് രക്തബന്ധങ്ങൾക്കുണ്ടാകാത്ത ഒരു പെയിൻ, ഒരു വേദന സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയത് കൊണ്ടാണ് പിന്നെയും പിന്നെയും പിറകെ 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 വലിഞ്ഞു കയറി വരുന്നത്. അതെ, അവൻ എൻ്റെ കൂടപ്പുറപ്പാണ്. അവൻ
ഏത് മതക്കാരനായിക്കോട്ടെ അവൻ എൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറിൽ തന്നു. ആ തലച്ചോറിനുണ്ടായ മാറ്റത്തെയാണ് ഞങ്ങൾ മാനസാന്തരം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ആമേൻ. അതുകൊണ്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ പറയാം, ഈ പഴയ ഉച്ചക്കടയ്ക്കടുത്ത് ഈ എണ്ണവിളയിൽ ഇപ്പതാ ഈ നിമിഷം ചരടി കെട്ടിയോ കൊന്തയിട്ടോ തൊപ്പിയിട്ടോ ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നാൽ ചലഞ്ച് ചെയ്ത് ഈ വീഡിയോയുടെ മുമ്പിൽ പറയാം, ദാ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ മുഴുവൻ ദൈവദാസന്മാരും അവനെ ആദ്യം വിളിക്കുന്ന പേരെന്താന്ന് നിങ്ങൾ പറ. ആ ബ്രദർ എവിടാ വീട്? ബ്രദർ എന്ത് ചെയ്യുന്നു? ബ്രദറെ പ്രാർത്ഥിക്കാം. അർത്ഥം സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ തീർത്ത സന്ദേശമാണ് സുവിശേഷം. അല്ലാതെ ഷമീറിൻ്റെ പേരാരും മാറ്റിയില്ല, ഷമീറിൻ്റെ സർട്ടിഫിക്കറ്റ് ആരും തിരുത്തിയില്ല, മതത്തിന് ഒരു മാറ്റവും വന്നില്ല. പക്ഷേ ആമേൻ, ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്തൊരു മാറ്റം തന്നു. ആ മാറ്റമാണ് സുവിശേഷം നൽകിയ മാറ്റം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. അപ്പോൾ വേദപുസ്തകം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വർഗീയത ലവലേശമില്ലാതെ സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, സകല മനുഷ്യരെ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറ് മനുഷ്യൻ പ്രാപിക്കണം. അതിനെന്ത് വേണം? അകത്ത് ആഴമായി കുടിയിരിക്കുന്ന, നിന്നെ കൺട്രോൾ ചെയ്യുന്ന, നിന്നെ തെറ്റിലേക്ക് നയിക്കുന്ന, നിന്നെ ബിവറേജിൻ്റെ തിണ്ണയിലേക്ക് ഓടിക്കുന്ന, നിന്നെ സകല കുറ്റങ്ങളും ചെയ്യിപ്പിക്കുന്ന, സകല പാപത്തിലേക്ക് നിന്നെ വലിച്ചുകൊണ്ട് പോകുന്ന, നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കസേരയിട്ട് കുടിയിരിക്കുന്ന, ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ആ പാപമെന്ന് പറയുന്ന ഇരുട്ടിനെ പുറത്താക്കണം. ഈ പാപം മനുഷ്യൻ്റെ അകത്ത് കയറിയപ്പോൾ ആദാമ്യ പാപനിമിത്തം സകല മനുഷ്യരും സൃഷ്ടാവിനെ മറന്ന് പാപത്തിലേക്കും തെറ്റിലേക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി ആമേ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു പ്രമാണം കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ അടുത്തൊരു പ്രമാണം ഇല്ലാത്തത് കൊണ്ട് അബ്രഹാം കള്ളം പറയേണ്ടി വന്നിട്ടില്ലേ? ഉണ്ടെന്നില്ല. ഉണ്ടോ? അബ്രഹാം കള്ളം പറയേണ്ടി വന്നിട്ടില്ലേ? ഉണ്ടെന്നില്ല. ഉണ്ടോ? ഉണ്ട്. സ്വന്തം ഭാര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് എൻ്റെ പെങ്ങളാ, അച്ചായൻ വേണം എടുത്തോന്നുണ്ട്. സ്വന്തം ഭാര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് എൻ്റെ പെങ്ങളാ, അച്ചായൻ വേണം എടുത്തോന്ന് പറഞ്ഞില്ലേ? പ്രാണനെ പേടിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞത് കള്ളായിരുന്നില്ലേ? അതിൻ്റെ പേരിൽ അബ്രഹാമിനെ ദൈവം എന്തുകൊണ്ട് കീറിക്കളഞ്ഞില്ല, ശിക്ഷിച്ചില്ല? അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രമാണമില്ല. എന്നാൽ മോശ മുഖാന്തരം ദൈവം കൃത്യമായി പ്രമാണം കൊടുത്തു, ന്യായപ്രമാണം. ഇനി ജനങ്ങൾക്ക്, പൊതുജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യൻ, സൃഷ്ടിച്ച മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്താൽ നന്നായി വരും, എന്ത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, എന്ത് ചെയ്താൽ ശപിക്കപ്പെടുമെന്ന് കാറ്റഗറി തിരിച്ചെഴുതിയ കാറ്റലോഗ്. ഇനിയും മനസ്സിലാകാത്ത പാവത്തങ്ങളുണ്ടെങ്കിൽ ഇച്ചിരൂടെ ലളിതമായിട്ട് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു 10 രൂപയുടെ എലിവിഷം മേടിച്ചാൽ അത് ഉണ്ടാക്കിയ കമ്പനിക്കാരുടെ ഒരു നിബന്ധന ഒരു പേപ്പറിൻ്റെ അകത്ത് ചുരുട്ടി അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന കാണാം, ഇല്ലേ? അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എലിവിഷം മേടിച്ചാലും കിട്ടും, പിന്നെ ഫ്യൂറഡാം മേടിച്ചാലും കിട്ടും, പിന്നെ വാച്ച് മേടിച്ചാലും കിട്ടും, മൊബൈൽ മേടിച്ചാലും കിട്ടും, എന്ത് മേടിച്ചാലും അതിൻ്റെ അകത്ത് ഒരു തുണ്ട് പേപ്പർ അല്ലെങ്കിൽ ഒരു ചെറിയ ബുക്ക്ലെറ്റ് കിട്ടും. എന്താ അത്? യൂസേഴ്സ് മാനുവൽ, ഉപയോഗിക്കേണ്ടുന്ന വിധം. അങ്ങനെ ഒരു കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ച് എലിവിഷം ഇത് പരസ്യമായി തുറന്നു വെക്കരുത്, ആഹാരത്തിൻ്റെ അടുക്ക വെക്കരുത്, കുഞ്ഞുങ്ങളുടെ അടുക്ക വെക്കരുത്, ഇങ്ങനെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചാൽ അത് നന്നായി ഉപയോഗിക്കാം. അല്ലാതെ പിള്ളേരുടെ അടുത്ത് വെച്ചാൽ ബിസ്ക്കറ്റാണെന്നും പറഞ്ഞെടുത്ത് പിള്ളേർ കഴിച്ചാൽ തട്ടിപ്പോകും. അപ്പോൾ അത് ദോഷത്തിനാകും. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് നിർമ്മിച്ച നിർമ്മാണ കമ്പനി, സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ എങ്ങനെയാകണം, എങ്ങനെയാകരുതെന്ന് കൃത്യമായി നൽകിയ പ്രമാണമാണ് ഈ കയ്യിൽ കൊണ്ടു നടക്കുന്നത്. ഇതിൻ്റെ അകത്തുണ്ട്. അത് നോക്കി അങ്ങോട്ട് ജീവിച്ചാൽ മതി, പ്രശ്നമില്ല. പക്ഷെ മനുഷ്യനാരാമോൻ പ്രമാണം അങ്ങോട്ട് കൊടുത്തിട്ടും ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവരുടെ ഹൃദയം കഠിനപ്പെട്ടിട്ട് അവർ പറഞ്ഞു, ദൈവം അങ്ങനെ പലതും പറയും, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന ഇന്നത്തെ ക്രിസ്ത്യാനികളെ പോലെ. അതെന്താ പാസ്റ്റർ അങ്ങനെ പറയാം. മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. എന്ത് മേടിച്ചു? ഫ്രിഡ്ജ് മേടിച്ചു. മറിയാമ്മയ്ക്കും കിട്ടി ഒരു ചെറിയ യൂസേഴ്സ് മാനുവൽ കാറ്റലോഗ്. മറിയാമ്മ ഈ കാറ്റലോഗ്, ഈ പുസ്തകം കൊണ്ട് ചെന്ന് എവിടെ വെച്ചു? ഫ്രിഡ്ജിൻ്റെ തലയെ കൊണ്ട് വെച്ചു. എന്നിട്ട് ഒരു കമ്പിളി തുണി എടുത്ത് അതിൻ്റെ പുറത്തൂടെ അങ്ങ് വിരിച്ചു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറ, ഇപ്പം പുസ്തകം എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിൻ്റെ മുകളിൽ കമ്പിളി തുണിയുടെ
അടിയിൽ അങ്ങനെ ഇരിക്കുക. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഫ്രിഡ്ജല്ലേ, ഫ്രീസറിൻ്റെ അകത്ത് ഐസ് കയറി കട്ട പിടിച്ചങ്ങ് നിറഞ്ഞു. ഇത് കണ്ട മറിയാമ്മ അടുക്കളയിലോട്ട് പോയി നല്ല മുനയുള്ളൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് കത്തി എടുത്തുകൊണ്ട് ഈ ഐസ് കട്ട കുത്തി ഇളക്കാൻ വേണ്ടി വരിക. അപ്പം അവിടെ കൊച്ചുമോൻ അവിടെ നിൽപ്പുണ്ട്. അവൻ പറഞ്ഞു, അമ്മാമ്മ കത്തിയായിട്ട് അവിടെ പോന്നു. എടാ, ഫ്രീസറിൻ്റെ അകത്ത് ഐസ് കട്ട പിടിച്ചെന്ന്, അത് കുത്തി പൊളിക്കാൻ. ഉടനെ ചെറുക്കൻ പറയും, എൻ്റെ പൊന്നമ്മാമേ, അമ്മാമ ഏത് കാലത്താണ് ജീവിക്കുന്നത്, എന്നാടാ കുഴപ്പം എന്നാ? എൻ്റെ അമ്മാമ്മ ഈ ഫ്രീസറിൻ്റെ അകത്ത് ഐസ് കട്ട പിടിച്ചാൽ മുനയുള്ള കത്തിയോ പിച്ചാത്തിയോ കമ്പിയോ സൂചിയോ ഒന്നും കൊണ്ട് കുത്തരുത്. അതിനാ കുത്തിയ അതിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ച ചെറിയ കുഴലുകളാണ് ഈ ഫ്രീസറിൻ്റെ അകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളം തണുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മുനയുള്ള വല്ലതും ഇട്ട് കുത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് ഹോള് വീണാൽ ഈ ഗ്യാസ് ലീക്കാവും. പിന്നെ ഈ ഫ്രീസർ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കാൻ വർക്ക് ചെയ്യത്തില്ല, അത് ചീത്തയാകും. അപ്പോൾ പിന്നെ എന്ത് വേണമെന്നാണ് അത് ആ കമ്പനിക്കാർ പറയുന്നത്, അത് കുറച്ച് നേരം അതിൻ്റെ സ്വിച്ച്, അതിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആ ഐസ് കട്ട പിടിച്ചതൊക്കെ അത് അലിയിച്ച് കളയണം. അല്ലാതെ ഈ മുനയുള്ളതൊന്നും ഇട്ട് കുത്തരുന്ന. ഇത് പുസ്തകം എന്ത് ചെയ്യും, പുസ്തകം എവിടെ ഇരിപ്പുണ്ട്? ആ ഫ്രിഡ്ജിൻ്റെ തലയിലിരിപ്പുണ്ട്. ഉടനെ കൊച്ചു ചെറുക്കൻ പറഞ്ഞു, വല്ലപ്പോഴും എങ്കിലും അതെടുത്തൊന്ന് വായിക്കമ്മച്ചി എന്ന് പറഞ്ഞു. ഉടനെ ഈ അമ്മാമ്മ പറഞ്ഞ ഡയലോഗ് കേൾക്കണോ? പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം പറയും. ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വലിയപ്പച്ചൻ്റെ കാലം തൊട്ട് ഈ കുത്ത ഇങ്ങനെ കുത്തു. കുത്ത് അല്ല, ഇപ്പം നമ്മളെന്ത് പറയാനാ? മനസ്സിലായോ? ഇങ്ങനെയാണ് ചില ക്രിസ്ത്യാനികൾ. എന്താ, ബൈബിൾ അങ്ങനെ എന്തെല്ലാം പറയും, പക്ഷേ ഞങ്ങളിത് പണ്ട് കാലം തൊട്ട് ഞങ്ങളുടെ അപ്പച്ചന്മാരുടെ കാലം തൊട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ വേദപുസ്തകം എടുത്ത് ഷോക്കേഴ്സിൻ്റെ അകത്ത് കൊണ്ടുവച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും പിന്നെ കെട്ടിയവൻ എടുത്തുകൊണ്ട് പോയി കുടിക്കാതിരിക്കാൻ ചില്ലറ പൈസയും ഇതെല്ലാം കൊണ്ട്, കാരണം അങ്ങേര് ജീവനുണ്ട്, ബൈബിളിൽ തൊടത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവച്ച് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ച് ബൈബിൾ എടുത്ത് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് അവിടെ വെച്ചേച്ച് ഈ റോഡേ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. അപ്പം ഞാനിങ്ങനെ അതിശയിച്ചു പോവുക. കാരണം ഓലമടലും പിടിച്ചുകൊണ്ട് പോകുന്നത് അഭിമാനം. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപുള്ളി മാറ്റം വരാത്ത ദൈവത്തിൻ്റെ തിരുവചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടാൽ ഇച്ചീച്ചി. എനിക്കിത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓലക്കാലം കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ ഇപ്പം ഗുണ്ട് പൊട്ടിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു, പോരാഞ്ഞതിന് ഇപ്പം റിമി ടോമിയുടെ ഗാനമേളയൊക്കെ ആയിപ്പോൾ. ആര് മാനസാന്തരപ്പെടാനാണോ എന്തോ, ഏതായാലും വചനധ്യാനമല്ലേ, നടക്കട്ടെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ പുസ്തകത്തിലേക്ക് നോക്കാൻ പറഞ്ഞാൽ ആ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എന്ന് പറയുന്ന പോലെ ഇതുപോലെ തന്നെയായിരുന്നു ഇസ്രായേൽ ജനം. പ്രമാണം അവരുടെ കയ്യിലുണ്ടെങ്കിലും അവർ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി സഞ്ചരിച്ചു. മനസ്സിലായോ? അപ്പോൾ ദൈവം എന്ത് ചെയ്തു? മോശയോട് പറഞ്ഞു, ഈ പ്രമാണം കൊടുത്തിട്ടൊന്നും ഈ ജനം മാനസാന്തരപ്പെടുന്നില്ല, ഇതിലെ കൽപ്പനകൾ അനുസരിച്ച് ഈ ജനം ജീവിക്കുന്നില്ല, ഇതിലെ യാഗങ്ങളും വഴിപാടുകളും അർപ്പിച്ച അനന്തരം പിന്നെയും ജനം പാപത്തിലേക്ക് പോകുന്നു. അപ്പം എന്താ വഴി? മോശയോട് പറഞ്ഞു, ഒരു താമ്രസർപ്പത്തെ മരുഭൂമിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. എന്തിനാണ്? മരണകരമായ നിലയിൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മനുഷ്യൻ മരണത്തിലേക്ക് പോകുമ്പോൾ, ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ പറയുന്നത്, ആമേൻ, മനുഷ്യൻ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ്, ദൈവത്തിൻ്റെ കോപമാകുന്ന അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മനുഷ്യൻ മരണത്തിലേക്ക് പോകുമ്പോൾ മോശ മരുഭൂമിയിൽ ഉയർത്തിയിരിക്കുന്ന ആ താമ്രസർപ്പത്തിലേക്ക് ഒരു നാണയത്തിട്ട് കൊടുക്കാതെ, 1 കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഒരു ഗ്ലാസ് പാനീയം കുടിക്കാതെ, ഒരു ഔഷധവുമില്ലാതെ മരിക്കാനായി മരണത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ഉയർത്തപ്പെട്ട ആ താമ്രസർപ്പത്തിലേക്ക് ഒന്ന് നോക്കിയാൽ അവന് മരണം മാറി അവൻ ജീവനിലേക്ക് വരും. നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ ദൈവം മോശയോട് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പറഞ്ഞേ? നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ സുവിശേഷം. എന്താ സംഭവം? നരകത്തിൻ്റെ മരണത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, 1 കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, 1 രൂപ ചെലവില്ലാതെ കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിയാൽ നരകത്തിൻ്റെ മരണത്തിൽ നിന്ന് അവന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയും. വിശ്വാസത്താലുള്ള രക്ഷയുടെ ഒരു ഡെമോ അതാണ് മരുഭൂമിയിൽ മോശ മുഖാന്തരം കാണിച്ചു കൊടുത്തത്. അപ്പം നിങ്ങൾ ചോദിക്കും, അതിപ്പം താങ്കളുടെ ചിന്തയല്ലേ അങ്ങനെ? വീണ്ടും എൻ്റെ അടുത്ത് വാർത്തേ എങ്ങനെയാണ് ചോദിച്ചു. അച്ചായനോട് ഉണ്ടാക്കിയത് മാത്രമേ പറഞ്ഞോളൂ. അതെ, അതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വല്ല അറിയാവോ? എന്നാ വായിക്കുക, 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ. ഇനി സംശയമുള്ളൊരു വല്ല എണ്ണവിളയിലുണ്ടെങ്കിൽ അങ്ങ് മാറിക്കോട്ടെ, ഒന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാർ 18-ന്റെ 1 മുതൽ.
ഇസ്രായേൽ രാജാവായ ഏലായുടെ മകനായ ഹോശയുടെ മൂന്നാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. നല്ല കാര്യല്ലേ? നല്ല കാര്യം. അടുത്തത്, അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ രാജാവായത് എത്ര വയസ്സിലാ? പറ, മനസ്സിലായവരുണ്ടോ എന്ന് നോക്കട്ടെ. എത്ര വയസ്സിൽ? 25 വയസ്സിൽ പുള്ളി രാജാവായി. അടുത്ത വാക്ക്, അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. 25 വയസ്സിൽ രാജാവായവൻ എത്ര വർഷം ഭരിച്ചു? 29 വർഷം ഭരിച്ചു. അടുത്തത്, അവന്റെ അമ്മയ്ക്ക് അബി എന്ന പേർ. അതിനെന്നാ നല്ല പേരല്ലേ? അവന്റെ അമ്മയുടെ പേര് അബി എന്നാണ്. ആയിക്കോട്ടെ. അവൾ സഖരിയാവിന്റെ മകളായിരുന്നു. ആയിക്കോട്ടെ, നമുക്കെന്നാ? അവൻ സഖരിയാവിന്റെ മകളായിരുന്നു. ആയിക്കോട്ടെ. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിസ്കിയാവ് എന്ന് പറഞ്ഞ രാജാവ് യഹോവയായ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളാ ചെയ്തതെന്ന്. എന്നാ പിന്നൊന്ന് അറിയണമല്ലോ. ഞങ്ങളും കാത്തിരിക്കുമോ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാന്ന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടിരുന്നു. ഒന്ന് പറഞ്ഞതാ വേഗം. വായിച്ചോ. അവൻ പൂജാഗിരികളെ നീക്കി. കിടക്കുന്നു. പൂജാഗിരികളെ നീക്കി, വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിമുറിച്ച് മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. കിടക്കുന്നു. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. അയ്യോടാ. അപ്പൊ അച്ഛൻ ഉണ്ടാക്കിയത് മാത്രമേ പുള്ളിയെ പഠിപ്പിച്ചോളൂ, ഉടച്ചത് അതാ പ്രശ്നം. ഇനി എന്തിനാ ഉടച്ചെത്തും കൂടെ കേക്കണ്ടേ? വായിക്ക് താഴോട്ട്. ആ കാലം വരെ ഉടയ്ക്കുന്നത് വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്ന് പേരായിരുന്നു. കണ്ടോ? ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി വിശ്വാസത്താലുള്ള രക്ഷയുടെ ഡെമോ മരുഭൂമിയിൽ പ്രദർശിപ്പിച്ചിട്ട് സ്വർഗത്തിലെ ദൈവം അത് വിട്ടു. മോശയും വിട്ടു. പക്ഷെ ആര് വിട്ടില്ല? അതങ്ങനാണല്ലോ. പലപ്പോഴും ദൈവം വിട്ടാലും മനുഷ്യർ വിടത്തില്ലെന്ന് പറയുന്ന പോലെ. പണ്ടൊരു അച്ഛനും കബ്യാരും കൂടെ വഴി പോകുമ്പോൾ പള്ളിയിലൊരു വിശ്വാസി പെങ്കൊച്ച് ഇങ്ങോട്ട് വരുന്നു. ഇപ്പോൾ ഒരു ഇടുങ്ങിയ പാലമായിരുന്നു. അപ്പം ഈ പെങ്കൊച്ച് ആ പാലം പൊളിഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ലവനായ പുരോഹിതൻ പറഞ്ഞു, മോളെ നീ അങ്ങനെ വരല്ലേ, അത് താഴെ. പുരോഹിതൻ അപ്പുറത്തോട്ട് ചെന്ന് ആ പെങ്കൊച്ചിനെ കൈക്ക് പിടിച്ച് ആ പാലത്തെ അത് വീഴാതെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അതിനെ കടത്തി വിട്ടു. കൊച്ച് അതിൻ്റെ വഴിക്കും പോയി. അച്ഛനും കപ്പ്യാരും കൂടെ പള്ളിയിലോട്ടും പോയി. പള്ളിയിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് കപ്പ്യാർ പറയുക, എന്നാലും എൻ്റെ അച്ഛോ എന്നാടാ അല്ല എന്നാലും അച്ഛൻ ആ പെങ്കൊച്ചിൻ്റെ കൈക്ക് പിടിച്ചത് ശരിയായില്ലെന്ന്. ഉടനെ പുരോഹിതൻ പറഞ്ഞു, എൻ്റെ പൊന്നു കപ്പ്യാരെ, പാലം കടന്നപ്പോഴേ ഞാൻ ആ കൈ വിട്ടു, എന്നിട്ട് നീ ഇതുവരെ പാലം കടന്നപ്പോഴേ അച്ഛൻ കൈ വിട്ടു, പക്ഷെ കപ്പ്യാർ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതി മോശയിലൂടെ വെളിപ്പെടുത്തിയിട്ട് ദൈവം വിഷയം വിട്ടു, മോശയും വിട്ടു. ആര് വിട്ടില്ല? ഇസ്രായേൽ ജനം വിട്ടില്ല. ഇസ്രായേൽ ജനം അതിനെ പൊക്കി എടുത്തുകൊണ്ട് വന്നൊരു കണ്ണാടിക്കൂട് അടിച്ച് അതിൻ്റെ അകത്താക്കി അതിനൊരു പേര് വിട്ടു, നെഹുഷ്ഠാൻ എന്നൊരു പേര് വിട്ടിട്ട് അതിൻ്റെ മുമ്പിൽ എന്താ ആട്ടാൻ തുടങ്ങി? ധൂപം ഇട്ട് ആട്ടാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ കണ്ണാടി കണ്ട ഉടനെ ആട്ടും. ധൂപം ഇട്ട് ആട്ടാൻ തുടങ്ങി. ധൂപം ഇട്ട് ആട്ടിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഉടയ്ക്കടാന്ന് പറഞ്ഞു. അങ്ങനെയാ ഉടച്ചത്. മനസ്സിലായോ? അതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വേദപുസ്തകം വല്ലപ്പോഴും എടുത്തൊന്ന് വായിക്ക്. ഇതുപോലെ 100 കണക്കിന് സത്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ വെളിപ്പെട്ട് വരും. അത് കഴിഞ്ഞപ്പോൾ വിശ്വാസത്താലുള്ള രക്ഷയുടെ ഡെമോ മരുഭൂമിയിൽ കാണിച്ചു കൊടുത്തിട്ട് സ്വർഗത്തിലെ ദൈവം അടുത്ത പദ്ധതി എന്താ? പ്രവാചകന്മാരെ രംഗത്തിറക്കി ജനത്തോട് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? പ്രവാചക ശബ്ദം ഘനഗംഭീരമായി മുഴങ്ങി. യെശയ്യാ പ്രവാചകൻ രംഗത്ത് വന്ന് പറഞ്ഞു, മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ സ്വർഗീയ പദ്ധതി ഒരുങ്ങുന്നു. അതിന്റെ തെളിവായി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കണ്ടോ? അതാണ് പ്രവാചകൻ. പെന്തിക്കോസുകാർക്ക് ഇഷ്ടമുള്ള ഒരു വകുപ്പായത്. പറ, എന്നെ ആരും മിണ്ടാത്ത പ്രവാചകൻ. ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ചർച്ചയിൽ കൂടി നമുക്ക് ആരെ വിളിക്കണ്ടേ? ഉടനെ പറയും നമുക്ക് സുരേഷ് പാസ്റ്റർ വിളിക്കാം. പുള്ളി ദൂത് പറയുമോ? ഇപ്പം കമ്മിറ്റി ആദ്യം ചോദിക്കുന്നത്. പണ്ടങ്ങനല്ല. പണ്ട് ചോദിക്കും വചനം പ്രസംഗിക്കുമോ? അങ്ങനെ ആയിരുന്നു. പുള്ളി നന്നായിട്ട് വചനം പ്രസംഗിക്കുമെന്നായിരുന്നു പണ്ട്. ഇപ്പം അതല്ല. ഇപ്പം എന്ത് പറയും? ദൂത് പറയുമോ? ദൂത് പറയുമെങ്കിൽ ഞങ്ങൾ ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് വചനമാണേ വേണ്ട. അത് ഞങ്ങളിപ്പോൾ കേട്ട് ദൂത്. അപ്പോൾ ഈ പാവങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താന്നാ? നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്.
കാലുകളുടെ മുട്ടുകൾക്ക് വേദന ഇട്ടുകൊണ്ട് കുനിയാൻ പറ്റത്തില്ലെന്ന് വാദിച്ചു കൊണ്ട് നിൽക്കുന്ന ഇതുപോലെ ചില വാട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്രവചനമെന്നാണ് ഈ പാവങ്ങൾ പഠിച്ചു വച്ചേക്കുന്നത്. എന്ത് കഷ്ടമാണെന്ന് നോക്കി. ദേ ആ കണ്ണാടിയിട്ട അമ്മാമ്മയുടെ തലയിൽ കഷണ്ടിയിൽ മുടി കിളിർക്കൂ. എന്തെല്ലാം വിക്രിയകളാണെന്നറിയോ നടക്കുന്നത്. ആണ്ട് ആ ചേട്ടൻ്റെ പല്ലിൻ്റെ പോട് യേശു ഇപ്പോൾ അടയ്ക്കുക. പിന്നെ യേശുവിന് ഇതാ പണി, പല്ലിൻ്റെ പോടടയ്ക്കുക, നിൻ്റെ കഷണ്ടി മുടി വേറെ പണിയില്ല. എടാ, ഈ പൊളിഞ്ഞു പോകുന്നവനെ കുറിച്ചല്ല പ്രവചനം, അകത്തെ മനുഷ്യനെ കുറിച്ചാണ് പ്രവചനം, അല്ലേ? വേദപുസ്തകം പഠിക്കുന്ന ദൈവാസന്മാർ ഇവിടെ ഇപ്പോൾ ചോദിച്ചു, ജഡത്തെ സന്തോഷിപ്പിക്കുന്നതൊന്നും ദൈവാത്മാവിലുള്ളതല്ല. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് ആദ്യം പറഞ്ഞത് എവിടാ? ഉൽപ്പത്തിയിൽ, ഏദനില്, അല്ലേ? ഇവെല്ലാം തലയിൽ കയറുന്നു. ഇനി 2 വാക്ക് പെന്തിക്കോസുകാരോട് പറയാം, എന്നിട്ട് ബാക്കി അങ്ങോട്ട്. ഏദൻ തോട്ടത്തിലെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പ്രവചനം തുടങ്ങി, അല്ലേ? എന്താ? 1, ഇത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. മറ്റേ ചൗത്താമൻ എന്ത് പറഞ്ഞു? നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. 1, നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. ഒരാൾ മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ദുഃഖമാണോ സന്തോഷമാണോ? പറ. ജഡത്തിന് സന്തോഷമാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മാമ്മയോട് പറ, അമ്മാമ്മ ഒരു 95 വയസ്സ് വരെ ജീവിക്കുമെന്ന് എന്നെ കാണിക്കുന്നു. അമ്മാമ്മയ്ക്ക് സന്തോഷമായി, അല്ലേ? സത്യമല്ലേ? സത്യത്തിൽ സന്തോഷിച്ചത് ജഡമാണോ ആത്മാവാണോ? പറ. ഒരു രക്ഷിക്കപ്പെട്ട ഭക്തന്റെ ആഗ്രഹം എന്താ? കൂടാരമാകുന്ന ഭൗമഭവനം എന്ത് ചെയ്യണം? പൊളിയണം. എന്നിട്ട് കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിൽ പോകണം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ അത്യന്തം കാക്ഷിക്കുന്നു. യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവൻ്റെ ഭക്തൻ്റെ പ്രത്യാശ ഇത് പൊളിയണം, പൊളിഞ്ഞിട്ട് നിത്യതയിലെത്തണം. പക്ഷെ പിശാച് വന്നിട്ട് നിന്നോട് പറയും, ഇത് പൊളിയത്തില്ല, ഇത് പൊളിയത്തില്ല. 95 വയസ്സ് ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത്. 1, ഇതൊക്കെ മർമ്മമാണ്, മനസ്സിലാക്കിക്കോണം. 2, നിങ്ങളുടെ കണ്ണു തുറക്കും, അല്ലേ? 1, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. 2, നിങ്ങളുടെ കണ്ണ് തുറക്കും. ആ പഴയ പാമ്പിൻ്റെ പുതിയ വെർഷനാണ് ഇപ്പം. നിൻ്റെ കണ്ണിൻ്റെ മേൽ, കണ്ണിൻ്റെ മേൽ, കണ്ണ്. പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞ്. മനസ്സിലായോ? ഇതെല്ലാം ജഡത്തെ സന്തോഷിപ്പിക്കുന്ന. കണ്ണ് കാണാത്തവർ നമ്മുടെ ചർച്ചിലില്ലേ? പറ. അവർ നിത്യതയിൽ പോത്തില്ലേ? സുവിശേഷ വേല ദീർഘകാലം ചെയ്ത ഒരു ദൈവദാസൻ, ആ ദൈവദാസന് രോഗാവസ്ഥ ശരീരത്തിൽ കടന്നു വന്നില്ലേ? അതുകൊണ്ട് ദൈവം സൗഖ്യമാക്കുന്നവനല്ലേ? അല്ലേ? അതെ. പിന്നെന്താ? ഭക്തന് വന്ന്, ഭക്തന്റെ പ്രത്യാശ ജഡത്തിലെ സന്തോഷമല്ല. നാളെ ഇത് വിടേണ്ടി വന്നാൽ അങ്ങ് പോകും. അതാണ് ഭക്തന്റെ പ്രത്യാശ. ഇത് മനസ്സിലാക്കിക്കോണം. അല്ലാതെ ഇങ്ങോട്ട് മാമേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വീടല്ല വേറൊരു വീട് എന്നെ കാണും, നമ്മൾ സന്തോഷമായി. കേട്ടോ, എല്ലാവരുടെയും അനക്കം ആവി പോയ കേട്ടോ. ഇത്ര നേരം ഭയങ്കര ത്രില്ലടിച്ചിരുന്ന ഇതിൻ്റെ അകത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞപ്പോൾ ആവി പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ആരും വഞ്ചിക്കരുത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒന്നും ദൈവാത്മാവല്ല. നിങ്ങൾ വീട്ടിൽ പോയി യോഹന്നാൻ്റെ ലേഖനം പഠിക്കണം. അത് പറയുന്നു, അവർ ലോകക്കാരാകയാൽ ലൗകികമായത് പ്രവചിക്കുന്നു, ഞങ്ങൾ ദൈവാത്മാവിൽ നിന്നുള്ളവരാകയാൽ ദൈവത്തിൽ നിന്നുള്ളത് സംസാരിക്കുന്നു. ലോകത്തിലുള്ളവർ അവരുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി ഈ തിരുവനന്തപുരം ജില്ലയിൽ ഓടി കാറിലും BMW-ലും ബെൻസിലും കറങ്ങി നടന്ന് 10-15 നില ഫ്ലാറ്റിലും കാറിലും ഓടിച്ചാടി സഞ്ചരിക്കുന്നു. ആര്? ദൈവം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദി ഇവിടെ 10 നില ഫ്ലാറ്റിൽ ഓടി കാറിൽ നടക്കുമ്പോഴാണ് ഇവിടെ ഒരു മാരുതിയും കിട്ടിയിട്ട് ഒന്ന് വിറപ്പിക്കുന്നത്. കൃപയാൽ ഒരു മാതിരി കാർ ദൈവം തന്നു അല്ലേ. ആരും മിണ്ടുന്നില്ല. സ്തോത്രം. ഇതൊന്നും കിട്ടിയത് ഈ സന്തോഷിക്കണ്ട, അതൊക്കെ ബോണസായിട്ട് ഇരുന്നോട്ടെ, ഒരു വിഷമവും ഇല്ല.
നമ്മുടെ നിത്യജീവിത യാത്രയിൽ നമുക്ക് വേണ്ടത് തരാൻ ദൈവം വിശ്വസ്തൻ. തന്ന സ്തോത്രം, തന്നില്ലേ പിണക്കമില്ല, കിട്ടിയാൽ ലോട്ടറി, ഒരു ബോണസ് ഇരിക്കട്ടെ. പക്ഷേ നമുക്ക് നിവർന്ന് നിന്ന് പറയാം, ഇവിടുത്തെ ബെൻസും BMW ഓടിയും ഉള്ളവനും, ഇവിടുത്തെ സെക്രട്ടറിക്കും ട്രഷാറിനും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ട്രഷാറിനും ഒന്നും കിട്ടാത്ത ഒരു പദവി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്താ പദവി? സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് നൽകി. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി. ചോദിക്കാം നമുക്ക് നിവർന്നു നിന്ന്, ഈ പദവി നിനക്കുണ്ടോ? നിനക്ക് ഓടിയുണ്ട്, എനിക്ക് അതാ ദൈവമക്കളുടെ പ്രിവിലേജ്. അതുകൊണ്ട് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൗതിക വിഷയത്തെക്കുറിച്ച് പ്രവചിക്കുന്നവനല്ല. യേശുക്രിസ്തു ഉണ്ട് അവിടെ, അത് മാത്രം അറിഞ്ഞുകൂടാ. ഇവിടെ അതെന്തൊരാത്മാവാടാ, അതെന്തൊരാത്മാവാടാ. പൊളിഞ്ഞ മതിലുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയാത്ത ആത്മാവ്. അതാണോ ദൈവാത്മാവ്? അപ്പോഴും ചില പെണ്ണുങ്ങൾ എന്നാലും ആ മാവിൻ്റെ കാര്യം എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഈ ഗൂഗിൾ എടുക്കണം, GPS ഗൂഗിൾ എടുത്തിട്ട് ഷമീർ കൊല്ലം എന്ന് അതിനകത്ത് അടിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സ് അതിൽ വരും. നിങ്ങൾ അതിലൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയ ഒരു പടം കാണിക്കും, ഒരു ഇമേജ്. അതിനകത്തൊന്ന് ടച്ച് ചെയ്യണം, പിള്ളേർക്കൊക്കെ അറിയാം. അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലോട്ടുള്ള വഴി, അവിടുന്ന് ജംഗ്ഷനിലോട്ടുള്ള വഴി, എല്ലാ പടവും കാണാം. അവിടെ എത്ര മരമുണ്ട്, എൻ്റെ വീട്ടിൻ്റെ മതിലിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം വരെ അതിൻ്റെ അകത്ത് കാണാം. ഇതിനൊന്നും വലിയ കൃപയൊന്നും വേണ്ട. ഗൂഗിളൊക്കെ വേറെ ലെവലായിപ്പം. പിള്ളേരെല്ലാം ജമിനിയുടെ കൂട്ടുകാരായിപ്പം. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചേ, കാലമൊക്കെ മാറി, പഴയ നമ്പറൊന്നും ഇപ്പോൾ ഏൽക്കുകയല്ല. പക്ഷെ ദൈവാത്മാവ് പേര് വിളിച്ചാൽ വിളിക്കും. എവിടെ? യെരിഹോവിനടുത്തുകൂടെ നടക്കുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി ഒരു മുന്നറിയിപ്പുമില്ലാതെ കാട്ടത്തിയുടെ മരത്തിൽ കയറി ഒളിച്ചിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം കാട്ടത്തിയുടെ കീഴെ എത്തി ഒറ്റ വിളിയാ, സക്കായി ഇറങ്ങി വാ. എന്നാ ദൂതല്ലേ, അതൊക്കെ രോമാഞ്ചം, ക്രിസ്റ്റൽ ക്ലിയറാ. അതൊക്കെ ഏത് കൂട്ടത്തിൽ നിന്നാലും അത് നീയാ, വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അല്ല, ഇപ്പോഴത്തെ പ്രവാചകന്മാരെ കാണുക അതുവഴി പോയെങ്കിൽ ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാൻ ഇരിപ്പുണ്ടെന്ന് ആത്മാവ് കാണിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? അങ്ങനല്ല യേശു വിളിച്ചത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോലും ബൈബിളിൽ രണ്ടാമതൊരു സാ വന്നിട്ടില്ല. ഉണ്ടോ? സക്കായി എന്ന് വിളിച്ചെടുത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഒരു സാ എക്സ്ട്രാ ഉണ്ടോന്ന് ഇല്ല. സക്ക ചക്ക അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ലടൂ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ, ഇത് തിരുവനന്തപുരത്താണ് ഇത് പറയേണ്ടത്. കാരണം ഇമാതിരി ക്ഷുദ്രജീവികൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറയുക, ദൈവത്തിൻ്റെ പ്രവചനത്തിലും ദൈവിക കൃപാവരത്തിലും 100% ദൈവമക്കൾ വിശ്വസിക്കണം. അതിലൊരു തർക്കവുമില്ല. ആമേൻ. പക്ഷേ വ്യാജത്തിലകപ്പെട്ട് കുടുങ്ങിപ്പോകരുത്. ഇത്രേ പറഞ്ഞോളൂ. ഒറ്റ വാക്കിൽ ആ വിഷയം വിടാം. അപ്പൊ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അത് കഴിഞ്ഞ് കാലഘട്ടം 300 വർഷം പിന്നിട്ടപ്പോൾ ദാ കയറി വരുന്നു അടുത്ത പ്രവാചകൻ മീഖ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ആ രക്ഷകൻ ബെത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്തയിൽ ജനിക്കുക. എൻ്റെ ഭാഷ പറഞ്ഞാൽ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും ഉലകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. കൃത്യമായ പ്രവചനം. യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്താൻ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ബെത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് മാതൃകയുള്ള ജീവിതം കാണിച്ചു തന്നു. 33.5 തിരുവയസ്സിൽ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി അത് സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് എൻ്റെ കർത്താവ് നടന്നു കയറി. ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് കാൽവരിയിലേക്ക് നോക്കിയാൽ
ഒരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ. കണ്ടോ കണ്ടോ, യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, അവനെ കണ്ട ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു. അവന് രൂപഗുണമില്ല, അവന് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. പതിനായിരങ്ങളിൽ സുന്ദരനായവൻ എങ്ങനെ ഇങ്ങനെയായെന്ന് ചോദിച്ചാൽ എൻ്റെയും നിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കൊലക്കളത്തിൽ പരമയാഗമായി മാറുന്ന കാഴ്ച. യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം എണ്ണവിള ദേശത്തോട്, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഉണ്ടാവത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി ഇവിടെ ഒരു കൺവെൻഷൻ പന്തൽ ഉയരത്തില്ല. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും വരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കൽ നിന്നല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാരഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്തൊടുങ്ങി ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി 8:45 ആ യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ പന്തലിനകത്തുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ശക്തിയോടെ ഞാനൊന്ന് കാണട്ടെ. ഈ 8:45 യേശു ഇന്നും ജീവിക്കുന്നത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ട്, കരമുയർത്തിപ്പിടിച്ച് ഞാനൊന്ന് കാണട്ടെ. ഹല്ലേലൂയ! എന്ത് സന്തോഷമാണ് പാസ്റ്റർ അല്ലേ, എന്തൊരു സന്തോഷം അല്ലേ. ഇവരെല്ലാം വിശ്വസിക്കുക യേശു ഇപ്പോഴും ജീവിക്കുന്നല്ലേ. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയല്ല. സത്യമായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ഇന്നും സന്തോഷിക്കാതെ എങ്ങനെ ഇരിക്കും? ജീവിക്കുന്നവരെ ആരെങ്കിലും മാലയിട്ട് ഭിത്തിയെ കയറ്റുമോ? എവിടെ കുറേ ഇരിപ്പുണ്ട്. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും, അപ്പന്മാരിവിടെ ഇരിപ്പുണ്ട്, മക്കൾ ആരെങ്കിലും, നിങ്ങൾ ജീവനോടെ സിറ്റൗട്ടി പത്രവും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ ആരെങ്കിലും വന്ന് ഒരു ഫോട്ടോ എടുത്ത് സിറ്റൗട്ടി കൊണ്ട് മാലയിട്ട് അടിച്ചു വെച്ച് തിരിയും കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ചെന്ന്, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചർ എൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജ് കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജ് കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. സന്തോഷമാണോ? ഞാനിവിടെ ഇരിക്കുന്ന അപ്പന്മാരോട് ചോദിക്കുക, നിങ്ങൾക്ക് സന്തോഷമാകുമോ മക്കൾ അങ്ങനെ ചെയ്താൽ? യോടാ എൻ്റെ പൊന്നുമക്കളെ എന്ന് പറഞ്ഞ് പിടിച്ചുമ്മ കൊടുക്കുമോ? അങ്ങോട്ട് ഇല്ല. ഒരു വടിയെടുത്ത് 2 അടി കൊടുത്തിട്ട് ഓടടാ, വടി കൊണ്ടുപോലെ ഇരിക്കുന്ന എന്നെ എടുത്ത് ഭിത്തിയെ വെച്ചേച്ച് 100 രൂപ തരാനോ ഓടടാന്ന് പറയത്തില്ലയോ? പറയും. ചിരിക്കാൻ പറഞ്ഞതല്ല. ഈ ലോകത്തിലെ അപ്പൻ്റെ ഹൃദയം പടഞ്ഞെങ്കിൽ, ഈ ലോകത്തിലെ അപ്പൻ്റെ ഹൃദയം വേദനിച്ചെങ്കിൽ, എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മധ്യസ്ഥനായി നല്ല അഡ്വക്കേറ്റായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിലകൊണ്ട് കല്ലേറുകൊണ്ട് മരിക്കാൻ തുനിഞ്ഞ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തെ ഭിത്തിയിൽ യേശുവിൻ്റെ ഫോട്ടോ കണ്ട നല്ലടോ ക്രിസ്ത്യാനി, ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തെ മനുഷ്യപുത്രന് സദൃശനായി ജീവനോടെ നിൽക്കുന്നവനെ കണ്ടു എന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ, ജീവിക്കുന്നവനെ മരിച്ചവനെ പോലെ ആക്കി വച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്കയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. യേശു ജീവിക്കുന്നെന്ന്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40-ലധികം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് അനന്തരം സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. ശ്രദ്ധിച്ചു കേട്ടോ. സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നപ്പോൾ യേശു കർത്താവ് പുറപ്പെട്ട് സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള അന്ത്യകൽപ്പന കൈമാറിയിട്ട് ഒലിവുമലയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് ആകാശമണ്ഡലങ്ങളിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ കണ്ണുകൾ ഉയർത്തി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് നിന്ന് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഇറങ്ങി വന്നുകൊണ്ട് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് തിരുവെഴുത്തിലൊന്ന് നോക്കിയേ. വായിച്ചു കൊടുക്കുഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ തിരുവചനം വായിച്ചുകൊട്. ഗലീല പുരുഷന്മാരെ,
നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി, ഈ മൂന്നാമത്തെ രാത്രിയിലും ഞങ്ങൾ എണ്ണവിള ദേശത്തോട് വിളംബരം ചെയ്യുന്നു, യേശു വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുക്രിസ്തു ഉണ്ടല്ലോ, ആ യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആ പോയതുപോലെ അവൻ വീണ്ടും വരും. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, കാതലായ വിഷയത്തിലോട്ട് കയറാൻ പോവാ. ഇത് കേട്ടിട്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തെന്ന് ഇനി വായിച്ചു നോക്കണം. സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും വേണ്ട, പുസ്തകത്തിലുള്ളത് മാത്രം മതി. വായിച്ചോ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് രൂപാന്തരപ്പെട്ടത്. അപ്പൊ ശിഷ്യന്മാർ അത് കഴിഞ്ഞപ്പോ ഒലിവുമല വിട്ടു. വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോന്നു. ശിഷ്യന്മാർ തിരിച്ച് യെരൂശലേം പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. എന്നിട്ടോ യെരൂശലേമിൽ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. നിക്കട്ടെ, ഇനി എന്നെ ഇങ്ങോട്ട് നോക്ക്. സ്വന്തമായ വ്യാഖ്യാനമൊന്നുമില്ല. ശിഷ്യന്മാർ ഒലിവുമല വിട്ട് എവിടെ വന്നു? യെരൂശലേമിൽ വന്നു. വന്നിട്ട് എവിടെ കയറിപ്പോയി? മാളിക മുറി കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടോ, കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ പുസ്തകത്തിലുണ്ട്, വായിപ്പിക്കാൻ പോവാ. പോയവരുടെ പേര് വിവരം നിർത്തി വായിച്ചു കൊടുക്കുഞ്ഞേ. പത്രോസ്. ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ നാട്ടിലെ ക്രിസ്ത്യാനി പറയുന്ന ആൾ ആര്? പത്രോസ്. അപ്പൊ ഒന്നാമത്തെ പോപ്പ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാസ് ലീഹ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും. ആരാ? വായിച്ചോ. ആരാ? യേശുവിന്റെ അമ്മയായ മറിയയോടും മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നിക്കട്ടെ, ഇനി നിങ്ങളെല്ലാം കേട്ടെ. ഇത് പുസ്തകത്തിലുള്ള ഒരു വരി പോലും സ്വന്തമായിട്ട് വായിച്ചിട്ടില്ല. പുസ്തകത്തിലുള്ള കാര്യം പറഞ്ഞു. മേപ്പോട്ട് പോയി കയറിപ്പോയവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് പറ? പത്രോസ് ലീഹ ഉണ്ട്, തോമാസ് ലീഹ ഉണ്ട്, യൂദാസ് ലീഹ ഉണ്ട്, പിന്നെ യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ട്, മറ്റു സഹോദരങ്ങളുണ്ട്. ക്ലിയർ ആണോ? എന്നാ ബാക്കി വായിച്ചു. അങ്ങനെ അവര് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. എന്ത് സംഭവിച്ചു? അങ്ങനെ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് വന്നു? വായിക്കേ. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാണോ? അങ്ങനല്ല. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പേപ്പറും കൊണ്ട് കുറച്ച് പെന്തക്കോസുകാർ ആണോ? അല്ല, അങ്ങനെ ഒരു കാറും ഇല്ല അമ്മാമേ. പെന്തക്കോസുകാർ അല്ല, പെന്തക്കോസ്ത് നാൾ. അതെന്തുവാ? 50-ാം പെരുന്നാൾ ദിവസം വന്നു. പന്തക്കുസ്താ പെരുന്നാൾ ദിവസം വന്നു. അങ്ങനെ പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരെല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് കാതു തുറന്ന് കേട്ടോണം, പുസ്തകത്തിൽ നോക്കിക്കോണം, വരയിട്ട് വെച്ചോണം. അടുത്ത വാക്ക് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇനി ഒരു ചോദ്യം നാട്ടുകാരോട്. ഈ അന്യഭാഷ പറയുന്ന കൂട്ടത്തെയാണ് നാട്ടുകാർ എന്ത് വിളിക്കുന്നത്? പറ. എന്ത് കോസ്? പെന്തക്കോസ് എന്ന് വിളിക്കുന്നത് ആണേ. അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ, ഒന്നാമത്തെ പെന്തക്കോസ്തുകാരൻ പത്രോസ് ലീഹ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഹ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഹ. ഇവരെല്ലാം കലവില പറഞ്ഞതിന് ശേഷമാണ് എണ്ണവിളക്കാർ പറയാൻ തുടങ്ങിയത്, അല്ലേ? അതുകൊണ്ട് ഇനി പെന്തക്കോസുകാർക്ക് അമ്മയില്ലെന്നെങ്ങാണോ ആരെങ്കിലും പറഞ്ഞ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത്. മനസ്സിലായോ? പുസ്തകത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്, സ്വന്തമായിട്ട് ഒരു വരി പറഞ്ഞിട്ടില്ല. പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നു. ആര്? പത്രോസ് ലീഹ.
ഒന്നാമത്തെ പോപ്പ്. അദ്ദേഹം എഴുന്നേറ്റ് ആത്മാവിൻ്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2:37 വായിര്. 2:37 വായിക്കൂ കുഞ്ഞേ. ഇത് കേട്ടിട്ട് പത്രോസ് ലീഗ ആത്മനിറവിൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പത്രോസ് ലീഗ ആത്മനിറവിൽ പ്രസംഗിച്ചപ്പോൾ കേട്ടവിടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു? കുത്തുകൊണ്ട്. നിങ്ങളെല്ലാം പറ, എന്തുകൊണ്ടു? എല്ലാവരും പറ. നിങ്ങളുടെ ആരെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തുവാ കൊണ്ടേ? കുത്തു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചോ? പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചാൽ കേൾക്കുന്നവൻ എന്തുകൊള്ളും? ഇക്കിളി കൊള്ളത്തില്ല, കുത്തുകൊള്ളും. മനസ്സിലായോ? ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് കയറി കുത്തുകൊണ്ടു. മനസ്സിലായോ? ഇന്നിപ്പോൾ കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും വേണ്ട, ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും ഈ രസിപ്പിക്കുന്നതും ഇക്കിളിപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്നതൊക്കെ ഇന്ന് അങ്ങനല്ലേ? പണ്ടത്തെ കൺവെൻഷനൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ജനം മാനസാന്തരപ്പെട്ട്, കർത്താവേ നാളെ എനിക്ക് ആയുസോടെ എഴുന്നേക്കാൻ പറ്റിയ എനിക്ക് സ്നാനപ്പെടണമെന്നും പറഞ്ഞാൽ കൺവെൻഷൻ വേദിയിൽ നിന്ന് ആളുകൾ പോകുന്ന ഒരു കാലം, പിതാക്കന്മാരുടെ കാലം. ഇന്നിപ്പോൾ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി എടുത്ത് മൊബൈലെടുത്ത്, 5 മിസ് കോൾ കുഞ്ഞമ്മ വിളിച്ചേക്കുന്നല്ലോ. ഹലോ, വിളിച്ചായിരുന്നോ? വിളിച്ചു. യോഗത്തിനായിരുന്നു, അതാ എടുക്കാൻ. കൺവെൻഷൻ ആയിരുന്നോടി? ഇങ്ങനെ ഉണ്ടായിരുന്നു. വരണമായിരുന്നോടി. എനിക്കറിയത്തില്ല, ഇപ്പോൾ ഇതാ ട്രെൻഡ്. മാനസാന്തരമില്ല, പാപബോധം വരുന്നില്ല. ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല. 11 മണി വരെ ചിരിച്ചെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ഇതെന്താന്ന്. ആളുകൾക്ക് കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും ഇപ്പം വേണ്ട. അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നെ തന്നെ വിളിക്കുന്നത് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, സത്യമായിട്ടും. എന്നെ വിളിക്കാൻ ചർച്ച് കമ്മിറ്റിക്കാരോട് പറയും, നമുക്ക് ഇപ്രാവശ്യം ആരെ വിളിക്കണം. അപ്പം 2 പേര് പറയും ഷമീർ കൊല്ലത്തെ വിളിക്കാം. അപ്പം മറ്റേ 8 പറയും ചുമ്മാ വേണ്ടാത്തതൊന്നും പറയാം. അയാൾ ആദ്യം നമുക്കിട്ട് തന്നെ തോണ്ടും. വെറുതെ ആവശ്യമില്ലാതെ മെനക്കേട് ഉണ്ടാക്കണ്ട, പുള്ളിയൊന്നും വിളിക്കണ്ട, ഇവിടെ നമുക്ക് വേറെ വിളി. പക്ഷേ ഈ മറ്റേ 2 പറയും അത് പറ്റത്തില്ല, പുള്ളിയാകുമ്പം പക്ക സുവിശേഷം വിളിച്ച് പറയും പുള്ളിയെ വിളിക്കാം. അപ്പം മറ്റേ 8 പറഞ്ഞിട്ട് ഈ 2 ഒറ്റക്കാലം നിൽക്കുക, പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവസാനം നിവർത്തിയില്ലാതെ 8 എന്ത് ചെയ്യും? എന്നാൽ പിന്നെ അനുഭവിക്കുമെന്നും പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് അങ്ങനെ അങ്ങ് സമ്മതിക്കുന്നതാണ്. ഇനി ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. നമ്മളിങ്ങനെ ഈ പ്രസംഗിക്കുന്ന സ്ഥലത്തോട്ട് വന്ന് ഇറങ്ങുമ്പം ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്ന മറ്റേ 8 പേരാ. വന്നേച്ച് പറയും, പാസ്റ്റർ ഇവിടെ ഇറക്കാൻ ഞങ്ങളാ. പിന്നെ നീ ആരാ മോനെന്ന് എനിക്ക് നല്ലപോലെ അറിയാമല്ലോ. ഇമാതിരി കളികളാ ഇതിൻ്റെ അകത്ത്. ഈ ചർച്ചിലെ കാര്യമല്ല കേട്ടോ, പെന്തക്കോസുകാർ പ്രസംഗത്തിന് വിളിക്കുന്ന കാര്യം പറഞ്ഞത്. കാര്യം വിളിച്ചാൽ ഇതല്ലേ പറയുക? പുസ്തകത്തിലുള്ളത് പറയുമ്പോൾ പറ്റുന്നില്ല. രസിപ്പിക്കാനും ത്രസിപ്പിക്കാനും ഇക്കിളിപ്പെടുത്താനും അല്ല ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? പ്രസംഗിച്ച ഉപദേശിയുടെ കൊങ്ങായിക്ക് പിടിച്ചെന്നല്ല കേട്ടോ. പിന്നെന്താ? വായിക്ക് അടുത്ത വാക്ക്. പത്രോസിനോടും അവർ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ വാക്കും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. ദൈവം എന്നോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്. പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? കണ്ടോ, ജനം ദൈവത്തിങ്കലേക്ക് തിരിയുക. ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്ക്. പത്രോസ് അവരോട് പോപ്പ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിങ്ങൾ കേട്ടോ? എല്ലാവരും കേട്ടോ? പോപ്പ് പറഞ്ഞ ഒന്നാമത്തെ പ്രസംഗം, നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. മനസ്സിലായോ? ധാരാ പറഞ്ഞേ? പെന്തിക്കോസുകാരുണ്ടാക്കി വെച്ച പരിപാടി അല്ലിത്. ഒരു നാണയത്തുട്ട് കൊടുക്കാതെ, 1 കിലോമീറ്റർ നടക്കാതെ പാപമോചനം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. അന്ന് ആ പത്രോസ് ലീഹ പറഞ്ഞ വാക്കാണ് കാലങ്ങളായി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വാക്ക് പോലും ഞങ്ങൾ വ്യാജം ചേർത്തിട്ടില്ല, ഒരു വാക്ക് പോലും ഞങ്ങൾ കൂട്ടിച്ചേർത്തിട്ടില്ല. പത്രോസ് ലീഹായുടെ പ്രസംഗം സത്യസന്ധമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്നും തെരുവോരങ്ങളിൽ ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. പാപമോചനം വേണോ? 1 രൂപ ചെലവില്ല. ഒരിടത്തും വലിഞ്ഞു കയറണ്ട, മുട്ടയിലടയണ്ട, മുട്ടിലെ തൊലി കളയണ്ട.
ആമേൻ. 1 രൂപ ചെലവില്ല. നീ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ നിനക്ക് പാപമോചനം തരാമെന്ന് പറഞ്ഞത് എണ്ണവിള ചർച്ചിലെ പാസ്റ്ററല്ല, ഷമീർ കൊല്ല ഉപദേശിയല്ല, ഇവിടെ ഇരിക്കുന്ന ആൽബിൻ പാസ്റ്ററല്ല. ആ സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കർത്താവിൻ്റെ കൂടെ നടന്ന് അധികാരം കൈമാറപ്പെട്ട പത്രോസ്ലീഹ എന്ന പുരോഹിതനാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനിയും തലേ കയറുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ വന്നിട്ട് പറയും, പാസ്റ്ററെ നല്ല പ്രസംഗമായിരുന്നു, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞത് നന്നായി, അത് കറക്റ്റാ, അത് അച്ഛാ സ്നാനപ്പെട്ടോ? പിന്നെ ഞങ്ങളൊക്കെ കുഞ്ഞിലെയോ പിന്നെ കുഞ്ഞുവാവയായിരുന്നപ്പോഴേ ഞങ്ങൾ സ്നാനപ്പെട്ട. അത് ശരി, അപ്പം മാനസാന്തരമോ? അത് വളരുമ്പോൾ. വേദപുസ്തകം എന്താ പറഞ്ഞത്? മാനസാന്തരപ്പെട്ടു സ്നാനമേൽപ്പിൻ. ആദ്യം നടക്കേണ്ട എന്താ? മാനസാന്തരം. നല്ല നാടൻ നാട്ടുഭാഷ പറഞ്ഞാൽ ചത്തവനെ എടുത്ത് കുഴിച്ചിടുക എന്നാണ് പത്രോസ്ലീഹ പറഞ്ഞത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യനെ മരിപ്പിച്ചു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ അതാ പുതിയ മനുഷ്യൻ. പഴയതിനെ കൊണ്ടുപോയി വെള്ളത്തിൽ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് വേദപുസ്തകം പറയുന്ന സ്നാനം. ചത്തവനെ എടുത്ത് കുഴിച്ചിടുക, അതാണ് സ്നാനം. ഉടനെ പറയാണ്, സ്നാനം കുഴിച്ചിടലൊക്കെ ആദ്യമേ അങ്ങ് നടത്തി, പിന്നെ ചാവുന്ന എപ്പോഴാണ്? വളർന്നിട്ട് ചാകാന്ന്. മാനസാന്തരപ്പെട്ടു സ്നാനപ്പെടണം. മാനസാന്തരം ആദ്യം നടക്കണം. മാനസാന്തരമെന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച്, നേക്ക് 2000 വർഷം കർത്താവായ യേശുക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞേ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? ഉണ്ടെന്നില്ല. കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്തിക്കോ. ഇവിടെ ആർക്കാ പിണക്കം? പുസ്തകം അങ്ങനെ പറഞ്ഞതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. തലതിരിക്കാൻ പാടില്ല. ഇന്നെല്ലാവരും കുളിച്ചോ? മിണ്ടുന്നില്ല. കുളിച്ചോ? കുളിച്ചു. കുളിച്ചിട്ട് തല തോർത്തിയായിരുന്നോ? അതോ മറന്നുപോയോ? തല തോർത്തി. വർഷങ്ങളായി ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ എല്ലാം ഇരുന്ന് ചിരിക്കുന്നു. ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ കുളിച്ചാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? തോർത്തേണ്ടി വരും, അല്ലേ? ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം തല തിരിച്ചാൽ ഇത്രയും പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി പുള്ളി മാറാത്ത ദൈവവചനം ആരും തലതിരിക്കാൻ നിൽക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. ഏറ്റുപറയണം മാനസാന്തരം. അപ്പോൾ അടുത്ത ആൾ പറയും, അയ്യോ പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ. എന്താ? കുഞ്ഞുവാവയ്ക്ക് ഏറ്റു പറയാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതിനല്ലേ ഞങ്ങൾ പകരത്തിന് ഒരാളെ പറയാൻ പുറകിൽ നിർത്തുമെന്ന്. പാസ്റ്റർക്ക് അറിയാത്തതുകൊണ്ടാ അത്. പള്ളിയിൽ കല്യാണ നിശ്ചയത്തിന് പോയിട്ടുണ്ടോ? വേഗം പറ. ആരും പോയിട്ട്? ഈയോടാ എത്ര നല്ല മനുഷ്യർ കല്യാണ നിശ്ചയത്തിന് പോയിട്ടില്ലേ? പോയിട്ടുണ്ടോ പള്ളിയിൽ? ഉണ്ടെങ്കിൽ കൈപോക്കാന്ന്. ഈയോടാ ഈ നാട്ടിൽ ആരും കല്യാണത്തിന് നിശ്ചയത്തിനൊന്നും പോവുകയല്ലേ? വിവാഹ നിശ്ചയം എൻഗേജ്മെൻറ്റ് പോറുണ്ടോ? ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഈ എൻഗേജ്മെൻറ്റ് പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീഡിയോയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? പുരോഹിതൻ നിന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ? പെണ്ണിനോട് ചോദിക്കാം, സൂസമ്മേ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം ചെയ്യുവാൻ നിനക്ക് സമ്മതമായിരിക്കുന്നുവോ? ചോദിക്കാറുണ്ടോ? പറ. ഉണ്ടോ? ഉണ്ട്. അന്നേരം ഈ പെണ്ണിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ, സ്വന്തം അമ്മ പുറകെ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്. നടത്തുവോ? ഉണ്ടെന്നില്ല ആരും. നടത്തുവോ? തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ ആണോ? പറ. അല്ല, നടത്തൂല എന്ന്. അച്ഛൻ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ചോദിക്കും, സൂസമ്മേ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹ നിശ്ചയം ചെയ്യാൻ നിനക്ക് സമ്മതമായിരിക്കുന്നുവോ? ഉടനെ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ചപ്പൻ, സ്വന്തം അപ്പൻ പുറകെ നിന്നുകൊണ്ട് സമ്മതമാച്ചോ, അവളാ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നേ. അങ്ങോട്ട് നടത്തുവോന്ന്? ഇല്ല. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, യേശുവിൻ്റെ മണവാട്ടിയാകാൻ,
ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ എൻഗേജ്മെന്റ് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് കൊരിന്ത്യർ ലേഖനം 11:2 രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, മണവാട്ടി എന്ന പദവിയിലേക്ക് കടന്നു വരേണ്ടത് ആരോ അവർ നാവ് കൊണ്ട് ഏറ്റു പറയണം, യേശുവേ അങ്ങേ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ മണവാളനുമായി സ്വീകരിപ്പാൻ ഞാനിതാ സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെ പേരാ മാനസാന്തരം. അത് പകരത്തിനാരും പറഞ്ഞാൽ ഒക്കില്ല. നീ സ്വന്തമായി ഏറ്റു പറയണം. അതാണ് മാനസാന്തരം. ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ നരകത്തിൽ കടന്ന് മുഴുവനെ എണ്ണിക്കളി, അല്ലാണ്ട് വേറൊരു വഴിയുമില്ല. കാരണം ഒരു ഞാൻ ഈ പ്രസംഗിക്കുന്ന വേദിയിലൊന്നും ചുമ്മാ കടന്ന് കാറി കൂവി ബഹളം ഉണ്ടാക്കുന്ന പരിപാടിയില്ല. ഇല്ലെന്നാ അതിൻ്റെ അർത്ഥം. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക.